നമ്മൾ പറയാൻ പോകുന്നത് കാനോണിക്കൽ ഫോം ഓഫ് എലിപ്റ്റിക് ഇക്വേഷൻസ് ആണ്. നമ്മൾ ഹൈപ്പർബോളിക്കിൻ്റെയും പരാബോളിക്കിൻ്റെയും കാനോണിക്കൽ ഫോം പറഞ്ഞു. അതിനേക്കാളും ഹൈപ്പർബോളിക് ആൻഡ് പരാബോളിക് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനേക്കാൾ മോർ ഡിഫിക്കൽട്ടാണ് എലിപ്റ്റിക്കിൻ്റെ കാനോണിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കുക എന്നുള്ളത്. ബട്ട് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരു റിയൽ അനലിറ്റിക് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർബോളിക്കിൻ്റെ അതേ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കാനോണിക്കൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡെഫിനേഷനാണ്. അതായത് റിയൽ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് പറയാൻ പോകുന്നത്. ഡെഫിനേഷൻ 3.11 Let D be a planar domain. A function f from D to R is said to be a real analytic in D if for each point x0, y0 belongs to D, we have a convergent power series expansion f of xy is equal to sigma k equal to 0 to infinity, sigma j equal to 0 to k, aj k minus j, x minus x0 all raised to j, y minus y0 all raised to k minus j, valid in some neighborhood n of x0, y0. അതായത് നമ്മളിപ്പോൾ ഒരു പ്ലാനാർ ഡൊമൈൻ ഡി കൺസിഡർ ചെയ്യാം. അതൊരു ഫംഗ്ഷൻ എഫ് ഫ്രം ഡി ടു ആർ ഇസ് സെഡ് ടു ബി എ റിയൽ അനലിറ്റിക് ഇൻ ഡി. ഫോർ ഈച്ച് എക്സ് നോട്ട് ബിലോങ്സ് ടു ഡി നമുക്കൊരു കൺവേർജന്റ് പവർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റണം. അത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, സിഗ്മ ജെ ഈക്വൽ ടു 0 ടു കെ, എ ജെ കെ മൈനസ് ജെ, എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു ജെ, വൈ മൈനസ് വൈ നോട്ട് ഓൾ റേസ് ടു കെ മൈനസ് ജെ ആയിട്ടുള്ള ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. വാലിഡ് ഇൻ സം നെയ്ബർഹുഡ് എൻ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി അടുത്ത് നമ്മൾ തിയറം ആണ് പറയാൻ പോണത്. തിയറം: സപ്പോസ് ദാറ്റ് ദ ഇക്വേഷൻ എൽ ഓഫ് യു ഇസ് ഈക്വൽ ടു എ യു എക്സ് എക്സ് പ്ലസ് 2b യു എക്സ് വൈ പ്ലസ് സി യു വൈ വൈ പ്ലസ് ഡി യു എക്സ് പ്ലസ് ഇ യു വൈ പ്ലസ് എഫ് യു ഇസ് ഈക്വൽ ടു ജി ഈസ് എലിപ്റ്റിക് ഇൻ എ പ്ലാനാർ ഡൊമൈൻ ഡി. Assume further that the coefficients a, b, c are real analytic functions in D. Then there exists a coordinate system zeta eta in which the equation has the canonical form w zeta zeta plus w eta eta plus L1 of w is equal to g of zeta eta, where L1 is the first order linear differential operator and g is a function which depends on 1. അതായത് L of u എന്നുള്ളത് ഒരു എലിപ്റ്റിക് ഇക്വേഷൻ ആണ് ഇൻ എ പ്ലാനാർ ഡൊമൈൻ ഡി. ആൻഡ് എന്താണ് എ ബി സി എന്നുള്ളത്, അതായത് പ്രിൻസിപ്പൽ പാർട്ടിന്റെ കോഎഫിഷ്യൻസ് എ ബി സി എന്നുള്ളത് റിയൽ അനലിറ്റിക് ഫംഗ്ഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ കോർഡിനേറ്റ് സിസ്റ്റം സീറ്റ ഈറ്റ ഇൻ വിച്ച് ദ ഇക്വേഷൻ ഹാസ് ദ കാനോണിക്കൽ ഫോം w zeta zeta plus w eta eta plus L1 of w is equal to g of zeta eta. L1 എന്നുള്ളത് എന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. G1 എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ 1. ഇനി അതിന്റെ പ്രൂഫാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് എൽ ഓഫ് യു എന്നുള്ളത് ഒരു എലിപ്റ്റിക് ഇക്വേഷൻ ഇൻ ഡൊമൈൻ ഡി ആണെന്ന് എടുക്കുക. അതുപോലെ അസ്യൂം എ ബി സി ആർ റിയൽ അനലിറ്റിക് ഇൻ ഡി. പിന്നെ ദെൻ നമുക്കറിയാം ഇപ്പോൾ എൽ ഓഫ് യു എന്നുള്ളത് നമ്മളൊരു എലിപ്റ്റിക് ഇക്വേഷൻ ആണെന്ന് എടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി എന്നുള്ളത് ലെസ് ദാൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് എ സി മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മൾ without loss of generality, let us assume that a of xy not equal to 0 for all xy belongs to D. അപ്പോൾ നമുക്കറിയാം എന്താണ് എലിപ്റ്റിക് ഇക്വേഷന്റെ കാനോണിക്കൽ ഫോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ w zeta zeta plus w eta eta plus L1 of w is equal to g of zeta eta ആണ് നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഫംഗ്ഷൻസ് zeta is equal to zeta of xy and eta is equal to eta of xy കണ്ടുപിടിക്കണം. അതെന്നുള്ളത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ കാനോണിക്കൽ ഫോമിൽ നമ്മൾ കണ്ടു എന്താണ് w zeta zeta w of eta eta കോഎഫിഷ്യൻസ് സെയിം ആണ്. അതായത് നമുക്ക് അറിയാം w zeta zeta കോഎഫിഷ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a of zeta etയും w eta eta കോഎഫിഷ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ c of zeta eta ആണ്. അതുപോലെ ഇതിൽ w zeta eta കോഎഫിഷ്യന്റ് 0 ആണ്. അതായത് നമുക്കറിയാം w of zeta eta കോഎഫിഷ്യന്റ് b of zeta eta ആണ്. അതെന്നുള്ളത് ഈ കാനോണിക്കൽ ഫോമിൽ 0 ആണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ ഇക്വേറ്റ് ചെയ്യാം. എ ഓഫ് സീറ്റ ഇറ്റ ഈസ് ഈക്വൽ ടു സി ഓഫ് സീറ്റ ഇറ്റ ആൻഡ് ബി ഓഫ് സീറ്റ ഇറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം എ ഓഫ് സീറ്റ ഇറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സീറ്റ എക്സ് സ്ക്വയർ പ്ലസ് 2b സീറ്റ എക്സ് സീറ്റ വൈ പ്ലസ് സീറ്റ വൈ സ്ക്വയർ ആണ്. അതുപോലെ സി ഓഫ് സീറ്റ ഇറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈറ്റ എക്സ് സ്ക്വയർ പ്ലസ് 2b ഈറ്റ എക്സ് ഈറ്റ വൈ പ്ലസ് സി ഈറ്റ വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ഇക്വേഷൻ 3 കൊടുക്കുക. അതുപോലെ ബി ഓഫ് സീറ്റ ഈറ്റ എന്നുള്ളത് ഈക്വൽ ടു 0 ആണ്. അത് നമുക്കറിയാം ബി ഓഫ് സീറ്റ ഈറ്റ എന്നുള്ളത് എ സീറ്റ എക്സ് ഈറ്റ എക്സ് പ്ലസ് ബി ഓഫ് സീറ്റ എക്സ് ഈറ്റ വൈ പ്ലസ് സീറ്റ വൈ ഈറ്റ എക്സ് പ്ലസ് സി സീറ്റ വൈ ഈറ്റ വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി അതിന് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആണ്. മാത്രമല്ല ഈ ഇക്വേഷൻ 3 and 4 എന്നുള്ളത് കപ്പിൾഡ് ആണ്. അതായത് ഇതിൽ ഈറ്റയുടെയും സീറ്റയുടെയും കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഡീകപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് അനലിറ്റിക് അസംഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ ഈ സിസ്റ്റത്തിന് ഈ 3 and 4 നമുക്ക് എന്ത് ചെയ്യാം, റീറൈറ്റ് ചെയ്യാം. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ഇക്വേഷൻ 3 റൈറ്റ് സൈഡ് എന്താണ് ഈക്വൽ ടു 0 ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഓഫ് സീറ്റ എക്സ് സ്ക്വയർ മൈനസ് ഈറ്റ എക്സ് സ്ക്വയർ പ്ലസ് 2b ഇൻറ്റു ഈ സീറ്റ എക്സ് സീറ്റ വൈ മൈനസ് ഈറ്റ എക്സ് ഈറ്റ വൈ പ്ലസ് സി ഇൻറ്റു സീറ്റ വൈ സ്ക്വയർ മൈനസ് ഈറ്റ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 കിട്ടും. അതുപോലെ ഇക്വേഷൻ 4 നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ 6 കിട്ടും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √(-1). ഇനി നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഫൈ ഇസ് ഈക്വൽ ടു സീറ്റ പ്ലസ് ഐ ഈറ്റ എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഈ 5 നമ്മൾ കിട്ടിയ ഇക്വേഷൻ 5 and 6 എന്നുള്ളത് a 5x square plus 2b 5x 5y plus c 5y square is equal to 0 എന്നുള്ള കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന് ഇക്വലന്റ് ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 is equal to zeta plus I eta എന്നാണ് നമുക്കറിയാം. ദാറ്റ് ഈസ് 5x equal to zeta x plus I eta x plus 5y is equal to zeta y plus I eta y. Therefore നമുക്ക് a 5x square plus 2b 5x 5y plus c 5y square is equal to 0 എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 5xന് പകരം zeta x plus I eta x ഉം 5yക്ക് പകരം zeta y plus I eta y ഉം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടും. ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യാം, റിയൽ പാർട്ടിന് ഇമാജിനറി പാർട്ടിന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് a ഇൻറ്റു zeta x square മൈനസ് y x square zeta x square minus eta x square plus 2b into zeta x zeta y minus eta x eta y plus c into zeta y square minus eta y square plus I of 2a zeta x eta x plus 2b zeta x eta y plus zeta y eta x plus 2c zeta y eta y equal to 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ 7 നോക്കിയിട്ട് നമുക്കറിയാം ഹൈപ്പർബോളിക് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ അതേ ഇക്വേഷന്റെ ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ 7 കിട്ടുന്നത്. ബട്ട് എന്തെന്നുള്ളത് ഡസ് നോട്ട് അഡ്മിറ്റ് എനി റിയൽ സൊല്യൂഷൻ, ദാറ്റ് ഈസ് എലിപ്റ്റിക് ഇക്വേഷൻ ഡു നോട്ട് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹൈപ്പർബോളിക് ഇക്വേഷന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ 7 നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അതിൽ ഫാക്ടറൈസേഷന്റെ സ്റ്റെപ്പൊക്കെ ഹൈപ്പർബോളിക്കിന്റെ ഇക്വേഷന്റെ അതിൽ വരുന്ന അതേ സ്റ്റെപ്പാണ് വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് അതിന് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക 1/a ഇൻറ്റു a ഇൻറ്റു 5x പ്ലസ് b പ്ലസ് റൂട്ട് ഓഫ് ac മൈനസ് b സ്ക്വയർ ഇൻറ്റു 5y ഇൻറ്റു a 5x പ്ലസ് b മൈനസ് റൂട്ട് ഓഫ് ac മൈനസ് b സ്ക്വയർ 5y is equal to 0. That is, which implies either a 5x plus b plus root of ac minus b square into 5y is equal to 0 or a into 5x plus b minus root of ac minus b square 5y is equal to 0. That is a into 5x plus b plus or minus root of ac minus b square 5y is equal to 0. ഇവിടെ നമുക്കറിയാം, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് a b c are റിയൽ അനലിറ്റിക്.
സോ എന്താണ് എ ആൻഡ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സി മൈനസ് ബി സ്ക്വയർ എന്നുള്ളതും അനലിറ്റിക് ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഫൈ എന്നുള്ളത് അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ കേസ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ characteristic equation is dx by dt is equal to a കിട്ടും, dy by dt is equal to b plus or minus root of ac minus b square കിട്ടും. അതുപോലെ d5 by dt is equal to 0 കിട്ടും. നമുക്ക് d5 by dt equal to 0 എന്നുള്ളത് നമുക്ക് കിട്ടും. phi എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. phi is a constant on the characteristic and the characteristics given by dy by dx equal to b plus or minus root of ac minus b square by a കിട്ടും. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ g of xy is equal to c കിട്ടും. നമ്മൾ എന്താണ് g of xy is equal to phi of xy ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, now take the transformation take the transformation zeta eta as zeta എന്നുള്ളത് റിയൽ പാർട്ട് ഓഫ് phi എടുക്കുക, അതുപോലെ eta എന്നുള്ളത് ഇമാജിനറി പാർട്ട് ഓഫ് phi. ഇനി by this transformation zeta eta we can convert the differential equation to the canonical form. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഒരു നോൺ സിംഗുലർ ആണെന്ന് കാണിക്കാം. അതിനായിട്ട് നമുക്ക് ജാക്കോബിയൻ zeta and eta with the Jacobian of zeta and eta with respect to x and y is equal to 0 ആണെന്ന് കാണിക്കാം. അതിനായിട്ട് നമ്മൾ ജാക്കോബിയൻ എടുക്കാൻ j is equal to dit zeta x zeta y eta x eta y. ഇനി നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞത് phi is equal to zeta plus I eta എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ phi എന്നുള്ളത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോഷി റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് zeta x equal to eta y and zeta y is equal to minus eta x ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ജാക്കോബിയന്റെ കേസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് j is equal to zeta x minus eta x zeta x കിട്ടും. that is zeta x square plus zeta y, that is j is equal to zeta x square plus eta x square, that is which is not equal to 0. ഇനി എന്താണ് ജാക്കോബിയൻ എന്നത് ഈക്വൽ ടു 0 ആവും ഓൺലി ഇഫ് zeta x and eta x are 0, that is which implies eta y and zeta y are 0. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം zeta and eta are pure constants ആയിരിക്കും. അതായത് അങ്ങനെ zeta and eta are pure constants ആണെങ്കിൽ phi എന്നുള്ളത് ഒരു പ്യുവർ കോംപ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, which is not അങ്ങനെ വരില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ phi കൺസിഡർ ചെയ്തത് നമ്മൾ dy by ds equal to b plus or minus root of ac minus b square by a എന്നുള്ളത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് g of xy is equal to phi of xy കിട്ടാനാണ് പറഞ്ഞത്. അതായത് g of xy എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് അല്ല, അത് എക്സിന്റെയും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് phi of xy എന്നുള്ളത് നോട്ട് എ കോൺസ്റ്റന്റ് ആണ്. അതായത് ജാക്കോബിയൻ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും.